ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു യാത്രയാണ്. അതേപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്ത ദിവസം കൂടിയാണ്. ഉണ്ണി CISF അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആയിട്ടുള്ള പാസിംഗ് ഔട്ട് പരേഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ഹൈദരാബാദിലെ നിസയിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ തലേ ദിവസം എയർപോർട്ടിനടുത്ത് റൂം ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഉറക്കമൊന്നും ശരിയായില്ല. മോർണിംഗ് തന്നെയായിരുന്നു ഫ്ലൈറ്റും. പിന്നെ ഈ യാത്ര എനിക്ക് കുറച്ചുകൂടി സ്പെഷ്യലാണ്. എനിക്ക് മാത്രമല്ല കുഞ്ചൂസിന്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ്. സോ ഞാൻ സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ബോർഡിങ്ങിലേക്ക് പോകുമ്പോഴാണ് എനിക്കൊരു ഷോപ്പ് കാണിച്ചു തന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ഉള്ളൊരു ഷോപ്പ്. ബിബ എന്നാണ് ഷോപ്പിൻ്റെ പേര്. കണ്ടപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി. ഞാനും വിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അച്ഛനും അമ്മയും ഹോട്ടലിൽ വെച്ച് തന്നെ കഴിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും KFC പോയിട്ട് ഒരു ബർഗർ കഴിച്ചു. വിശന്നിട്ടാണെന്നറിയില്ല, ഞാൻ ഇതുവരെ കഴിച്ചത് വെച്ചത് ബെസ്റ്റ് ബർഗറായിട്ട് എനിക്ക് തോന്നി. കുഞ്ചൂസ് പിടിച്ച് നടക്കാൻ തുടങ്ങിയ ടൈം ആയതുകൊണ്ട് ആൾക്ക് ആരും എടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഫുൾ ഓടിക്കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് വന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വിൻഡോ സീറ്റ് എനിക്ക് കിട്ടി. ആക്ച്വലി എനിക്ക് കിട്ടിയതല്ല, അച്ഛൻ എനിക്ക് തന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ആർക്ക് വിൻഡോ സീറ്റ് കിട്ടിയാലും എനിക്ക് തന്നെ തരണമെന്ന്. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് കാണാമായിരുന്നു. കുഞ്ചൂസ് ഫ്ലൈറ്റിൽ കയറിയപ്പോഴും വികൃതി തന്നെയായിരുന്നു. നടക്കാൻ വേണ്ടി വാശി പിടിക്കുകയായിരുന്നു. ലാസ്റ്റ് ഞാൻ കുഞ്ചൂസിനെ ഇറക്കി. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിൽ മാമനുണ്ടായിരുന്നു. നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഹൈദരാബാദിലെത്തിയാൽ അവിടുത്തെ തന്നെ സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി കഴിക്കണമെന്ന്. നല്ല ഒത്തൻറ്റിക് ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പാരഡൈസ് ഹോട്ടലാണ് പോയത്. അവിടെ വന്ന് കുറേ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് കണ്ടു. ഈ ക്യൂട്ട് ബോട്ടിൽ കുഞ്ചൂസിന് മാമൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ബിരിയാണീൻ്റെ മസാല ഭയങ്കര മൈൽഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കോഴിക്കോടൻ ബിരിയാണിയാണ്. ഫുഡൊക്കെ കഴിച്ച് വന്ന് ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഒന്ന് ഫ്രഷായി അടുത്തുള്ള ഹുസൈൻ സാഗർ ലേക്ക് കാണാൻ പോയി. ലേക്കിനടുത്ത് തന്നെയായിരുന്നു ഹൈദരാബാദിൻ്റെ സെക്രട്ടേറിയറ്റ്. പിന്നെ ലേക്കിലൂടെ ഒരു ബോട്ടിങ്ങിന് പോയി. ഈ ലേക്കിൻ്റെ സെൻറ്ററിലാണ് ബുദ്ധ സ്റ്റാച്ചു ഉള്ളത്. അവർ നമ്മൾ അവിടെ ബോട്ടിൽ ഇറക്കി തരും. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഈ സ്ഥലം കണ്ടപ്പോഴാണ് എനിക്ക് പ്രേമലു മൂവി ഓർമ്മത്. ആ മൂവിയിലെ ഒരു സോങ്ങിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ഹൈദരാബാദിൽ ഒറിജിനൽ പേൾ കിട്ടുമെന്ന് കേട്ട് ഞങ്ങൾ അവിടെ നേരെ പേൾ ഷോപ്പിലേക്കാണ് പോയത്. അവിടെ ഒരുപാട് അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു. മാലയുടെയും കമലിൻ്റെയും നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. രാവിലെ 7:30 ഉണ്ണിയുടെ POP. സോ ഞങ്ങൾ നേരത്തെ തന്നെ റെഡിയായി നിസയിലെത്തി. प्रतिष्ठा के प्रति हमेशा सचेत रहूंगा। ഫസ്റ്റ് തന്നെ പരേഡായിരുന്നു. യൂണിഫോമിൽ ഉണ്ണിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഉണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അച്ഛനെ പോലെ തന്നെ ഒരു യൂണിഫോം ജോബ്. അതെന്തായാലും ഉണ്ണി നേടിയെടുത്തു.
പിന്നെ ഞങ്ങൾ CSFൻ്റെ ഓഡിറ്റോറിയത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ 1 ഇയറിൽ നടന്ന ട്രെയിനിങ്ങിൻ്റെയും അവിടെ സെലിബ്രേഷൻ്റെയും മെമ്മറീസ് ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഞങ്ങളെ കാണിച്ചു തന്നു. പിന്നെ ടീ ബ്രേക്ക് ആയിരുന്നു. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഉണ്ണി ഞങ്ങളെ അക്കാഡമി മൊത്തം കാണിച്ചു തന്നു. അവിടെ ട്രെയിനിങ് നടന്ന ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും ഫയറിംഗ് ഏരിയയും ഇൻഡോർ കോർട്ടും എല്ലാം. തിരിച്ച് ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. വാവയുമായുള്ള ട്രെയിൻ യാത്ര അത്ര ഈസി ആയിരുന്നില്ല. എന്നാലും എല്ലാവരും കൂടെയുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ട്രെയിനിൽ വെച്ച് ഞങ്ങളൊരു കുട്ടിയെ പരിചയപ്പെട്ടു. ആന്ധ്ര മുതൽ കോയമ്പത്തൂർ വരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ മുല്ലമാല കെട്ടുന്നത് പഠിപ്പിച്ചതെന്ന് ആ കുട്ടിയാണ്. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ഹൈദരാബാദ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.